PMKS നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും നമ്മളെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. PMKS ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 പെട്ടെന്ന് പൊട്ടി മുളച്ചിട്ടുള്ള ഒരു ഫണ്ടാണ് കേട്ടോ. ഈ ഫണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ഫണ്ടിന് ഓഡിറ്റിന്റെ ആവശ്യമില്ല, അതായത് CAG ഓഡിറ്റ് ഈ ഫണ്ടിന് വേണ്ട. കാരണം ഇത് പൊതു ഫണ്ട് ആയതുകൊണ്ട് ഇതിലോട്ട് വരുന്നത് പബ്ലിക്കിന്റെ സൈഡിൽ നിന്നും മറ്റ് പ്രൈവറ്റ് സൈഡിൽ നിന്നൊക്കെ ഈ ഫണ്ടിലോട്ട് പണം സമാഹരിച്ച് വരുന്നത് കൊണ്ട് ഈ ഫണ്ട് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ ഫണ്ടിന്റെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള തുക കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്ങട് തള്ളിപ്പോകും. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഈ ഫണ്ട് ഏകദേശം 8500 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചോളം 0.01%, അതായത് വെറും 87 ലക്ഷം രൂപ മാത്രം ഈ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ഈ ഫണ്ട് കിട്ടിയ മൊത്തം പൈസ നമ്മൾ എന്ത് ചെയ്തു? എല്ലാം കൂടെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട്, അതായത് സ്ഥിരം ഡെപ്പോസിറ്റ് ആയി നിക്ഷേപിച്ചിട്ട് വർഷം ഏകദേശം 450 കോടി രൂപ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഫണ്ടും ഇവിടെ പോകുന്നതിന് ഒരു ഐഡിയ നമ്മുടെ കയ്യിലില്ല. ഇനി ഈ ഫണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട എന്ന് പറയുന്ന അതേ സമയത്താണ് ഇവിടെ FCRA ബില്ലിന്റെ പേരിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അതായത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും മറ്റ് പല പക്ഷങ്ങളും NGO വഴി ഇവിടെ മതപരിവർത്തനത്തിന് പൈസ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് FCRA നിയമം വേണം, ഇവിടേക്ക് വരുന്ന ഓരോ ഫണ്ടിനും കൃത്യമായിട്ടുള്ള കണക്ക് വേണം എന്ന് പറയുന്നവരോ അതേ സമയത്ത് അതേ സർക്കാർ 8500 കോടി പിരിച്ചതിൻ്റെ കണക്ക് പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. നാളെ ഒരു ED അല്ലെങ്കിൽ നാളെ ഒരു NIA മറ്റൊരു ഇൻകം ടാക്സ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂല എന്ന് പറഞ്ഞാൽ നിന്നെ പൊക്കിങ്ങോട്ട് കൊണ്ടുപോകും. അതേ സമയത്ത് ഗവൺമെന്റിനോട് ഈ പൈസ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ഉത്തരം. നല്ല ഒന്നാം തരം ഗവൺമെന്റും നല്ല ഒന്നാം തരം ഊള ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ രാജ്യം ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമൊത്ത ഫണ്ട് തന്നെയാണ് PMKS ഫണ്ട്. നമുക്ക് ഈ PMKS ഫണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടാണ് ഈ PMKS ഫണ്ട്. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് വരാം. വയനാട് നമ്മൾ കണ്ടിട്ടുള്ള ഉരുൾപൊട്ടൽ, ആസാമിലെ ഫ്ലഡ്, മഹാരാഷ്ട്രയിലെ ഫ്ലഡ്, തമിഴ്നാട്ടിലെ ഫ്ലഡ്, അതുപോലെ തന്നെ സൈക്ലോണുകൾ പല സ്ഥലങ്ങളിലും, ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ദിവസേന എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നാഷണൽ എമർജൻസി ആയിട്ട് നമ്മുടെ സർക്കാരിന് വരെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നാഷണൽ എമർജൻസികളും മറ്റ് പല എമർജൻസികൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഫണ്ടാണ് PMKS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫണ്ട്. കഴിഞ്ഞ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് 8500 കോടി പിരിച്ചെങ്കിലും അതിൽ നിന്ന് 5 പൈസ എടുക്കാൻ നമ്മുടെ സർക്കാരിന് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ PM കെയർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്തിനാണ് കെയർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞ 8452 കോടി രൂപ 2026 ആയപ്പോഴേക്കും പിരിച്ചെടുത്തിട്ടുള്ള പൈസയാണ്. ഈ PMKSലോട്ട് വിദേശ ഫണ്ടുകൾ വരില്ല എന്ന് പറഞ്ഞെങ്കിലും ചൈനീസ് കമ്പനികൾ ഈ ഫണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ കൊടുത്തതിൻ്റെ തെളിവുകളൊക്കെ അടുത്ത് പുറത്തു വന്നിരുന്നു. പിന്നെ ഓഡിറ്റ് ഇതിന് ബാധകമല്ലാത്തതുകൊണ്ട് ഈ കമ്പനികൾ എന്തിന് ഇതിലോട്ട് കാശ് കൊടുത്തു, അവർക്ക് തിരിച്ച് എന്ത് സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തു എന്നുള്ള ചോദ്യം ഇവിടെ ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചവൻ ചിലപ്പോൾ രാജ്യദ്രോഹികളൊക്കെ ആയി മാറിപ്പോകും. ഈ കിട്ടിയിട്ടുള്ള 8452 കോടി രൂപയിൽ ഏകദേശം 7400 കോടി രൂപ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഏകദേശം 400 കോടിയോളം രൂപയാണ് ഓരോ കൊല്ലവും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഈ പൈസയും എവിടെ പോയി എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി കിട്ടിയ പൈസ എന്നെല്ലാം കൂടെ നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് ചെലവാക്കിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 87.5 ലക്ഷം രൂപ മാത്രം. അതായത് മൊത്തം ഫണ്ടിൻ്റെ 0.01% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ രാജ്യത്ത് ഈ കണ്ട എമർജൻസികളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ അറിയാം എന്നുള്ള ഉത്തരം മാത്രമേ നമുക്കും അല്ലെങ്കിൽ സർക്കാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി അത് മാത്രമല്ല, പല ഏജൻസികളിൽ നിന്നായിട്ട് ഏകദേശം 342 കോടി രൂപ റീഫണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏത് ഏജൻസികളിൽ നിന്നാണ് ഈ റീഫണ്ട് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇത് റീഫണ്ട് ആയിട്ട് തിരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യവും ഇവിടെ ചോദിക്കാൻ പാടില്ല. കാരണം ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവം ഭരിക്കുന്ന രാജ്യമാണ്, ദൈവം ഭരിക്കുന്ന നാടാണ്, വിശ്വഗുരുവാണ്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കഴിയണമെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് പൊക്കോളാം, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അങ്ങനെ ജീവിച്ചോളാം. അത്ര മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് ഇപ്പം ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉള്ളൂ. ഈ ഒരു ഫണ്ട് തുടങ്ങിയ സമയത്ത് തന്നെ PMKS ഫോർ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്കീമും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ വോട്ടേഴ്സിന്റെ മുമ്പിലോട്ട് കാണിച്ചു തരുന്നു. അതായത് കോവിഡ് കാലത്ത് ഈ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് അത് PMKS ഫണ്ട് എന്നാണ്. അത് ഫോർ ചിൽഡ്രൻസ് എന്നും പറഞ്ഞിട്ടാണ്. ഏകദേശം 3380 കുട്ടികൾക്ക് നമ്മൾ ആ സ്കോളർഷിപ്പ് കൊടുത്തു. അത് മോദിജിയുടെ അഭിമാന ഒരു പൊൻതൂവലാക്കി എല്ലാവരും മുമ്പിലോട്ട് കാണിച്ചിരുന്നു. 20,000 രൂപ വെച്ചിട്ടാണ് ആ കാശ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ സ്കോളർഷിപ്പ് കൊടുത്തു വന്നിരുന്നെങ്കിൽ ഈ 8500 കോടിയിൽ നിന്ന് വെറും 87 ലക്ഷം മാത്രം ചെലവാക്കിയാൽ മതിയാകില്ല. അപ്പോൾ പിന്നെ ആ പൈസ എവിടെ പോയി? അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്കീം തന്നെ ഒരു വലിയ കള്ളത്തരമാണ്. ഈ പറഞ്ഞ കുട്ടികൾക്കാർക്കും ഒരു സ്കോളർഷിപ്പും കിട്ടിയിട്ടില്ല എന്ന് വീണ്ടും തെളിയിച്ചു തരുന്ന കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു പബ്ലിക് അതോറിറ്റി അല്ല എന്നുള്ളത് കൊണ്ടും പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും അതിൻ്റെ കീഴിൽ കുറച്ച് ക്യാബിനറ്റ് മന്ത്രിമാർ ഇരിക്കുന്നത് കൊണ്ടും അവർ തീരുമാനിക്കും ഇത് എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതിന് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി.
പിന്നെ CAG ഓഡിറ്റ്, അത് ആ പ്രശ്നമേ ഇവിടെ വരുന്നില്ല. അതായത് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലിന് ഇത് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല. ഇത് ഓഡിറ്റ് ചെയ്യുന്നത് ചില സ്വകാര്യ വ്യക്തികളാണ്, CA അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റുകളാണ്. അത് ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് കമ്പനി ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മോദിയുടെ കൂട്ടരും തീരുമാനിക്കും. അതിൻ്റെ കണക്കും ജനങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ FCRയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഓരോ കാശിനും ഇവിടെ കറക്റ്റ് കണക്ക് വേണം, അതല്ലെങ്കിൽ അതിവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തീവ്രവാദത്തിന് ഉപയോഗിക്കും, അതല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ഉപയോഗിക്കും എന്നും പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യൻ മിഷനറിമാരെയും മറ്റു പല NGOകളെയും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുന്ന നമ്മുടെ അമിട്ടിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അത് കണ്ട സമയത്ത് സംഘികൾ കൈയടിച്ചു, നമ്മുടെ രാജ്യം എത്ര ഭയങ്കര സംഭവമാണ്, ഇത്ര സുതാര്യമായിട്ടുള്ള കണക്കുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, അതുകൊണ്ട് FCR ഇവിടെ നടപ്പാക്കണം എന്നും പറഞ്ഞ് ചാടിക്കുരയ്ക്കുന്ന സകല എണ്ണത്തിനോട് ചോദിക്കട്ടെ, എൻ്റെ ഈ PM കെയർ ഫണ്ട് നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ? എന്തുകൊണ്ട് ഈ വന്ന 8500 കോടി രൂപ എവിടെ, ഏത് ബാങ്കിൽ, എങ്ങനെ കിടക്കുന്നു, ഇത് എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല? അതല്ലെങ്കിൽ ഇത് വേറെ വല്ല വഴിക്കും എടുത്തു പോയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. നിങ്ങളുടെ വീട്ടിലോട്ട് നാളെ ഒരു ED, NIA അതുപോട്ടെ ഏതെങ്കിലും ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാശിൻ്റെ ഉറവിടം കാണിക്കണം, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പലരും തന്നതാണ്, എനിക്ക് കാണിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നീയൊക്കെ ജയിലിൽ കിടക്കും. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ഫണ്ട് തട്ടിപ്പ് ഇവിടെ നടന്നിട്ട് അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയിലാണെങ്കിൽ പോലും അത് പ്രശ്നമില്ലാത്ത ഒരു പ്രത്യേക തരം സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഫണ്ടിനെ പറ്റി ചോദ്യം ചെയ്യാൻ നമ്മുടെ പാർലമെന്റിൽ MP-മാർക്ക് അവകാശം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല. കാരണം പാർലമെന്റിലെ റൂൾ നമ്പർ 41A അതുപോലെ തന്നെ റൂൾ നമ്പർ 41AB ഈ രണ്ട് റൂൾ പ്രകാരം ഇത്തരം ചോദ്യം ചെയ്യൽ സർക്കാരിനോട് പാടില്ല എന്നാണ് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചോദ്യം ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ സഭ ഈ റെക്കോർഡിങ്സ് നിന്ന് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് പൈസ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനൊക്കെ വന്നു, ഇതൊക്കെ എന്തിന് ചെലവാക്കി എന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം മോദിക്കും കൂട്ടർക്കും ഇല്ല എന്നതാണ് സത്യം. ഇനി സർക്കാർ ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പം കോവിഡ് ആയിരുന്നു ഏറ്റവും വലിയ മഹാമാരി, കോവിഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ഇത് സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും വലിയൊരു ഫണ്ട് വെറും 87 ലക്ഷം മാത്രമാണോ നമ്മൾ കോവിഡിന് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു പോകും. കാരണം കോവിഡ് കഴിഞ്ഞ ആ ഒരു 1-2 വർഷമായപ്പോഴേക്കും ഈ ഫണ്ടിൽ നിന്നും ഏകദേശം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം 1000 കോടിയുടെ മേലായിരുന്നു. അപ്പം വെറും 87 ലക്ഷം മാത്രമായിരുന്നോ നമ്മുടെ എമർജൻസി, നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മറ്റു പല ഈ താലൂക്ക് ഹോസ്പിറ്റലുകളും മറ്റു പല ഹോസ്പിറ്റലുകളിലും ഓക്സിജൻ ഇല്ലാണ്ട്, മരുന്നുകൾ ഇല്ലാണ്ട്, വാക്സിനുകൾ ഇല്ലാണ്ട്, കിടക്കകളില്ലാണ്ട് ആളുകൾ ബുദ്ധിമുട്ടിയ സമയത്ത് എന്തുകൊണ്ട് ഈ ഫണ്ട് ഇതിൻ്റെ ഭാഗമായില്ല? വെറും 87 ലക്ഷത്തിൽ എങ്ങനെ ഇത് ഒതുക്കി തീർത്തു എന്നും കൂടെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ വിദേശത്തു നിന്ന് കോടികളാണ് ഈ ഒരു അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആര് കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു, എന്ത് പ്രത്യുപകാരമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് പോലും നമുക്ക് ചോദിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പം ഇല്ല. 2020 ഈ ഫണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ട് ഇതുപോലെ ഇത്തരത്തിലുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ ഓഡിറ്റബിൾ ആയിരുന്നു, അത് ഓഡിറ്റ് ചെയ്യേണ്ട ഫണ്ടായിരുന്നു. പെട്ടെന്നാണ് 2020 അത് അങ്ങ് മാറ്റി പുതിയ തരത്തിൽ ഈ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളതും അതിന് നിയമങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിന് ഓഡിറ്റിൻ്റെ ആവശ്യമില്ല എന്ന പേരിൽ ഇങ്ങനെ ഒരു പുതിയ ഫണ്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പേര് പറഞ്ഞ്, ജനങ്ങളുടെ ദുരിതങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പൈസ വാങ്ങിച്ച് വെക്കുന്ന ഗവൺമെൻറ്റും അത് ഉപയോഗിക്കാത്ത ഗവൺമെൻറ്റുമാണ് നമ്മുടെ രാജ്യം ഇന്ത്യനെ ലോക നമ്പർ 1 ആക്കാൻ വേണ്ടി നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എത്ര വലിയ സ്കാമുകളാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള 100 കണക്കിൽ പദ്ധതികളുടെ പേര് പറഞ്ഞ് ഈവൻ നമ്മുടെ ബഡ്ജറ്റിൽ പോലും 1000 കണക്കിൽ രൂപ അതിന് മാറ്റി വെച്ച് ആ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ആ 1000 കോടി ഇന്ന പദ്ധതിക്ക് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഇത് വെറും 5-10% ഉപയോഗിച്ച് വല്ല ഗേറ്റും വല്ല ഡോറും വല്ല മതിലും കെട്ടിയിട്ട് അതിനുശേഷം ആ ഫണ്ട് എവിടെ പോകണം, എന്തുകൊണ്ട് ആ പദ്ധതികൾ വരുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളും അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 35 ലക്ഷം കോടി രൂപയോളം പല ബഡ്ജറ്റുകളായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫണ്ട് ഇതുവരെ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അത് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. രാജ്യം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സംഘികളെ മാറ്റി നിർത്തി ബാക്കിയുള്ള ആൾക്കാരും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വയനാടുള്ള ദുരന്തങ്ങളും മറ്റ് പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഈ 5 വർഷത്തിനിടക്ക് അല്ലെങ്കിൽ 10 വർഷത്തിനിടക്ക് വന്ന ദുരന്തങ്ങൾക്ക് കേന്ദ്രം എത്രത്തോളം തന്നത് മതിയായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ പറഞ്ഞ ദുരന്തങ്ങൾക്കൊക്കെ പല
പൊതു അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഖജനാവുകളിൽ നിന്നും അതല്ലെങ്കിൽ മറ്റു പല സ്വകാര്യ വ്യക്തികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോപ്പപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അതിനൊക്കെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു കേന്ദ്ര മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ MP-മാരോട് ചോദിച്ചു കഴിഞ്ഞാലോ PMKS ഇല്ലേ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ചോദിക്കും. പക്ഷെ അതിന് കിട്ടിയതിൻ്റെ കണക്ക് ഇപ്പം പുറത്ത് വന്ന സ്ഥിതിക്ക് ഇതിനുള്ള മറുപടി ആർക്കെങ്കിലും തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇതിനുള്ള ഒരു മറുപടിയും തരാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കുന്നത് ആരാണെന്ന് ഈ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.